Yes. Yes. I'm all yes. Seems like the difference law has gone down. Have you got anything to say? നിങ്ങളെ കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളയുന്നത്. Really? This is unacceptable. കോടതിക്ക് വേറെ പണിയുള്ളതാണ്. നിങ്ങളുടെ ഭാവാഭിനയം കാണാനല്ല കോടതിയോട് ഇരിക്കുന്നത്. Mr. Gandhi, you're wasting the time of the common citizens. Mr. N.K. Gandhi, have you swallowed your tongue or what? പള്ളിപ്പെരുന്നാളിന് മിന്നിക്കുന്ന പരിപാടിയല്ല ഇവിടെ. നാടകം, എന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ പ്രൈസ്. ഓക്കെ, മോനെ ഫോൺ കളിക്കണം. പ്ലീസ് 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 പ്ലീസ്. റെഡി അല്ലേ? ഓക്കെ, ഫോട്ടോ എടുത്ത് പൊസിഷൻ. ചില ഡയലോഗ്സ് മാച്ച് ആവാത്തതുകൊണ്ട് റിഹേഴ്സൽ ബ്രേക്ക് ചെയ്തതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടല്ലോ. ഇപ്പൊ അങ്ങനെ കുറ്റബോധമൊന്നും ചരിത്രത്തിൽ പറയുന്നത് ശരിയല്ലേ? സ്ക്രിപ്റ്റിൽ വരുമ്പോ ആവശ്യമില്ലാതെ ഗാന്ധി വാക്ക് കൊടുക്കുന്നുണ്ടല്ലോ. റിഹേഴ്സൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഡയലോഗ് പഠിക്കാനും ക്യാരക്ടർ ബിൽഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ സ്ക്രിപ്റ്റിൽ ഇരുത്താൻ നിൽക്കല്ലേ, അത് നിങ്ങൾ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ ചെയ്താൽ മതി. ഇതില് വേണ്ട. നടക്കുന്ന സാർ ഒന്നുമില്ല. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോ ഗോഡ്സെക്ക് ഗാന്ധി എടുക്കാനുള്ള ആ ഒരു റേഞ്ച്, ആ ഒരു ഫയർ കിട്ടുന്നില്ല. ഗാന്ധി ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളിൽ കണ്ണടച്ചില്ലേ? അതുപോലെ നിനക്ക് വെടിവെക്കാൻ. സർ, ഗോഡ്സെയുടെ കാര്യം മാത്രമല്ല, മഹാത്മാവിനെ വെടിവെക്കുന്നതിനുള്ള പ്രശ്നമാണ്. വെടിവെക്കുന്നത് നല്ലതാണെന്ന് നാടകം പറഞ്ഞു വെക്കുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, മഹാത്മാവിനെ വെറും ഒരു മനുഷ്യനായി കാണുന്നതോടെ, ചരിത്രം അറിയുന്നതോടെ ഗാന്ധി മരിക്കാൻ നന്നായി തോന്നണം. നാടകം കാണുന്ന ഏവരാണ്. അല്ല, എനിക്കിനി വെടിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആക്ടർ ഈസ് ദ ടൂൾ ഓഫ് ദ ഡയറക്ടർ എന്നാണല്ലോ. അല്ല, വെടിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല സാർ, പറയുന്നത് വെടിവെക്കാം. അപ്പോ ഒരു ഒറിജിനൽ തോക്ക് തന്നാൽ നീ വെടിവെക്കും. വെടിവെക്കാം സാർ. വെടിവെക്കും. വെടിവെക്കില്ല സാർ. വെക്കില്ലേ? സാർ എന്താ ചെയ്യണ്ടേ? മ്യൂസിക് എടാ, ലൈറ്റ്സ് വരുമ്പോഴത്തേനും ഭജൻ വരണം. ശരി, ഡാൻസേഴ്സ് അടുത്ത സീനിൽ കയറാൻ നിൽക്കുക. റെഡി റെഡി. എന്താണോ ഈ നാടകം ഈ നാടകം പ്രേക്ഷകന്റെ മനസ്സിൽ കയറണമെങ്കിൽ കുറച്ച് കൊമേഴ്സ്യൽ നമുക്ക് വേണം. ഈ പുട്ടിന് തീരെ പോലെ കുറച്ച് ഡാൻസും കോമഡി പാട്ടും. അല്ല,
ഡാൻസ് ചെയ്യില്ലേ? താനെന്തിനാ ബേജാറാവുന്നെ? എടോ, ഈ വടി മാറ്റി വെക്ക്. കൈകൾ പെൺകുട്ടികളുടെ തോളത്തായിട്ടിരിക്കില്ല ഇട്ടിരിക്കുക. പിന്നെന്താ പ്രശ്നം? ആ തോളത്തായി തന്നെയുണ്ടോ കുച്ചി തന്നു. കൈകൾ, അതെ, കൈകൾ പെൺകുട്ടികളുടെ തോളത്തായിട്ട്. ആ, അത് ഫീൽ ചെയ്തേ. ആ, കൃത്യം. എന്തേ അത് കൃത്യമാണ്. എടോ, ഫീൽ ചെയ്തത്. പിടിച്ചോണ്ട് നിൽക്കാൻ വയ്യ. പിന്നെ നോ മോർ ഇന്ററപ്ഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക്. ലാഹോറിലും കറാച്ചിയിലും ഹിന്ദുക്കളെ കൂട്ടം കൂട്ടമായി കശാപ്പ് ചെയ്തു. അതിന് പകരം ചാന്ദിനി ചൗക്കിലോ മുഗൾ താറായിലോ ചില മുസ്ലിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലേ? മുസ്ലിങ്ങൾക്കെതിരെ ഒരക്ഷരം ഉണ്ടെന്നില്ല ഗാന്ധി. ആ രോഷം തന്റെ രക്തത്തിൽ ഗാന്ധി മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിരുന്നില്ലേ? അത് നാടകത്തിൽ വിട്ടു വളർത്താം. അത് ഇറലവന്റ്. കുറ്റപ്പെടുത്തി ആ ഭാഷ അവർക്ക് വശമില്ലെന്ന് ഗാന്ധിക്ക് അറിയില്ലേ? കൊല്ലന്റെ ഭാഷയെ അവർക്ക് വശമുള്ളൂ. ഹിന്ദുക്കളുടെ രക്തം നടക്കണം. അതാണ് ഗോഡ്സെയുടെ വാക്കിൽ വെടിവെപ്പ്. നിങ്ങൾ ഭഗത് സിംഗിനെ പോലെ ധീരനായൊരു പോരാളി. ഭഗത് സിംഗ് ദേശദ്രോഹികളെ വെടിവെച്ച് കൊന്ന ചുണക്കുട്ടി. ശരി, ഗാന്ധിയുടെ ഈ എത്ര ഡയലോഗ് ബാക്കി? രണ്ട് ഡയലോഗ് ബാക്കിയുണ്ട്. അതിലേക്കുള്ള ആവേശം തന്നെ ഈ ബ്ലോക്കില്ലേ? ഈ സീൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ഹിന്ദുക്കളുടെ പക്ഷത്താണോ മുസ്ലിങ്ങളുടെ പക്ഷത്താണോ? വ്യക്തമാക്കണം. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ഹിന്ദുക്കളുടെ പക്ഷത്താണോ മുസ്ലിങ്ങളുടെ പക്ഷത്താണോ? വ്യക്തമാക്കുക. ഈ മൂഡ് ബ്രേക്ക് ചെയ്യല്ലേ? ഒരു വട്ടം
അവരെ ബോധിപ്പിക്കൂ എന്ന് പറയുന്നു. ഇതാ 3 മതഗ്രന്ഥങ്ങൾ, ബൈബിൾ, ഖുർആൻ, ഗീത. സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഗീത. Oh, what a surprise! ഗാന്ധി chose ഗീത. ഇവിടെ ഭരണഘടന, the Constitution of India ഉള്ളതായി നിങ്ങൾ മറന്നുപോയി. നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? ദളിതൻ എഴുതിയതാണല്ലേ, നിങ്ങൾക്കതിൽ താല്പര്യം കാണില്ല. അല്ല അതങ്ങനെയല്ല. 2018 ഡിസംബർ 13 ആഫ്രിക്കയിലെ ഘാന യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമ തകർക്കപ്പെട്ടു. Do you know what was the slogan of the protesters? Gandhi must fall. ഗാന്ധി must fall. തീർത്തും സ്വാഭാവികം. ആഫ്രിക്കൻ വംശജരെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച പദം കാഫിർ എന്നാണ്. കാഫിർ, അന്യമതസ്ഥരെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. നിഷേധി, അവിശ്വാസി, നാസ്തികൻ, നീഗ്രോ, കാപ്പിരി, ഇതൊക്കെയാണ് കാഫിർ എന്ന വാക്കിന്റെ പര്യായം. കാഫിറുകളായ ആഫ്രിക്കൻ ജനങ്ങൾക്ക് വേണ്ടി ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല. 903 ഇതേ മഹാത്മാവ് എഴുതിയ ചില ലേഖനങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. The white people should be the predominating race, while the black people are troublesome, very dirty, and live like animals. വെളുത്ത വർഗ്ഗക്കാരായിരിക്കണം മേലധികാരികൾ. കറുത്തവർ കുഴപ്പക്കാരും വൃത്തികെട്ടവരും മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരുമാണ്. Mr. M.K. Gandhi, you are a racist. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചുള്ള ട്രെയിൻ യാത്രക്കിടെ സ്റ്റേഷൻ മാസ്റ്ററും പോലീസും ചേർന്ന് ഗാന്ധിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ അപമാനത്തെ തുടർന്ന് ഗാന്ധി ബ്രിട്ടീഷുകാരുടെ വിവേചനത്തിനെതിരെ പോരാടി. ഗാന്ധി വെള്ളക്കാരുടെ വംശീയവർക്കെതിരെ പോരാടിയതായി ചരിത്രത്തിൽ രേഖകളുണ്ട്. അങ്ങനെയാണ് ഈ ലോകം വിശ്വസിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വിവേചനത്തിനെതിരെയല്ല, ഇന്ത്യൻസിനെ കറുത്ത വർഗക്കാരായി കാണുന്നതായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായത്തിൽ. കറുത്ത വർഗക്കാരെ വെള്ളക്കാർ പഠിക്കുകയും അവരെ അച്ചടക്കവും ജീവിത രീതിയും പഠിപ്പിക്കുകയും വേണമായിരുന്നു. മിസ്റ്റർ M.K. Gandhi, do you have anything to say? Nothing. Like I said, you are a racist. അങ്ങനെ വിളിച്ച് അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ വരട്ടെ. കറുത്ത വർഗക്കാരുടെ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ഗാന്ധിയുടെ അഹിംസാ മാർഗത്തിലുള്ള സമര രീതികൾ സ്വീകരിച്ചിരുന്നു. കറുത്ത വർഗക്കാർക്ക് വേണ്ടിയുള്ള സമരങ്ങളെ അത് ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ ചരിത്രത്തിന് എങ്ങനെ ക്ഷമിക്കാനാവും ഈ മനുഷ്യനോട്? കാലം പകരം ചോദിക്കുന്നത് കണ്ടില്ലേ? ആഫ്രിക്കയിലെ ഗാന്ധി പ്രതിമ തകർത്തത് പോലും ഇതിനൊരു ഉദാഹരണമാണ്. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ഹിന്ദുക്കളുടെ പക്ഷത്താണോ മുസ്ലിങ്ങളുടെ പക്ഷത്താണോ വ്യക്തമാക്കുക. നിങ്ങൾ ഇതേ ചോദ്യം തന്നെയാണ് നിങ്ങൾ പലതവണ ചോദിച്ചത്. ഞാൻ അതിനുള്ള ഉത്തരം പലതവണ പറഞ്ഞു. ഞാൻ മനുഷ്യരുടെ പക്ഷത്താണ്. എടോ, താൻ എന്താ പറയുന്നത്? എടോ, ഇതിങ്ങനെയല്ല. എടോ, താൻ പറയുന്നതിന്റെ അർത്ഥം തന്നെ മാറുന്നു. നിങ്ങൾ ഇതേ ചോദ്യം പലതവണ
ഗാന്ധിയുടെ അർത്ഥവും നോക്കി വേണം മിസ്റ്റർ പറയാൻ. ഗാന്ധി പറയുന്നത് കേട്ടാൽ ഗോഡ്സെ പറഞ്ഞ് പഠിപ്പിച്ചത് പോലെ തോന്നുന്നില്ലല്ലോ. ഗാന്ധിയും ഗോഡ്സെ പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാം ഞാൻ നാടകത്തായി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് പറഞ്ഞാൽ മതി. സർ 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 പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു വിശ്വാസം വേണം. എടോ തനിക്ക് അവിശ്വാസം, എടോ ഗോഡ്സെക്ക് അവിശ്വാസം ഉണ്ടായിരുന്നില്ല, കടുത്ത വിശ്വാസം ഉണ്ടായിരുന്നു. എഴുതിയതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി, കേൾക്കുന്നവർ വിശ്വസിക്കും. കണ്ടിന്യൂ. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ഹിന്ദുക്കളുടെ പക്ഷത്താണോ മുസ്ലിങ്ങളുടെ പക്ഷത്താണോ വ്യക്തമാക്കാം. നിങ്ങൾ ഇതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. എന്നെ വേദനിപ്പിച്ചത് ഞാൻ അതിനുള്ള ഉത്തരം പലതവണ പറഞ്ഞു. ഞാൻ മനുഷ്യരുടെ പക്ഷത്താണ്. അതായത് ഹിന്ദുക്കളെ ആരെങ്കിലും കൊന്നാൽ നിങ്ങൾ മുസ്ലിങ്ങളുടെ പക്ഷത്ത്, മുസ്ലിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ, അല്ലേ? നിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുവാണ്. ഞാൻ ആരുടെയും ശത്രുവല്ല. ഹിന്ദുക്കളെ കൊല്ലുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളും അവരവരുടെ മതം തിരിച്ചറിയാത്തവരാണ്. അവർ നല്ല ഹിന്ദുവും നല്ല മുസ്ലിമുമായിരുന്നു മതത്തിന്റെ പേരിൽ കൊല്ലലുണ്ടാകും. നല്ല ഹിന്ദു നല്ല മുസ്ലിം. എടോ താൻ എന്തൊക്കെയാണ് ഈ വായിൽ വിളിച്ചു പറയുന്നത്? എടോ ഇവിടെ തനിക്ക് ഡയലോഗ് ഇല്ല. യു ഓൺലി റിയാക്ട്. നിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുവാണെന്ന് ഗോഡ്സെ പറയുമ്പോൾ കുറ്റബോധം മതി. അത് ഈ ഓഡിയൻസിന് മനസ്സിലാവുകയും വേണം. റോള് മനസ്സിലാകാതെ വായ വെക്കലെങ്കിൽ പറയല്ലേ. ശരി, ഗാന്ധി അവസാനമായി വെടികൊണ്ട് മരിക്കുമ്പോൾ എന്താ പറയുന്നത്? ഗാന്ധി പറയും, എടോ ചരിത്രത്തിലെ ഗാന്ധി അല്ല, സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതി എന്റെ ഗാന്ധി എന്താ പറയുന്നത്? ഹായ് എടോ ഗാന്ധി മരണത്തെ വരവേൽക്കുകയാണ്. താൻ ഇതുവരെ അത് പറയാൻ പോലും പഠിച്ചിട്ടില്ല. ഒറിജിനൽ തോക്കെടുത്ത് വെടിവെക്കണോ? വേണ്ട സാർ. ഹായ് ഹായ്. ഓക്കെ, 2 minutes ബ്രേക്ക്. കഥാപാത്രങ്ങളെ ഒന്ന് ആവാഹിക്കും, കൃത്യമായി ആവാഹിക്കും. എന്താണ് മടുത്തോ? ഹായ് ഏട്ടാ, കുറച്ച്. അയാൾ പറയുന്നത് ഗാന്ധിയെ വെറുതെ എങ്ങനെ വെടിവെച്ച് വീഴ്ത്താനാണ്. നീ എന്ന നടൻ യഥാർത്ഥ ഗോഡ്സെയായി ഒരു ഹീറോയെ പോലെ എന്റെ നേരത്തെ വെടിവെക്കണം. അതിപ്പോ ഈ പ്രേക്ഷകരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അയാൾ അവരെ കൊണ്ട് എന്റെ നേരത്തെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗോഡ്സെയാണ് ആൾക്ക് ആവശ്യം. ശരിയായിട്ട് സംവിധായകൻ പറഞ്ഞവരൊക്കെ ചെയ്താൽ മതി. ഒരു നടൻ എന്നുള്ള രീതിയിൽ അതായിരിക്കും നല്ലത്. പക്ഷെ ഇതെനിക്ക് പറ്റുന്നില്ല. ഗാന്ധിയെ വെടിവെക്കണം അതോ സ്വയം വെടിവെച്ച് മരിക്കണം? ആ ശരിക്കും അറിയും. ഗാന്ധി വിമർശിക്കുകയും ചെയ്തു. അതിനാസ്പദമായ ഹിമാലയൻ ഇവൻ
ഇതാണ് മനു ഗാന്ധി, അബാ ഗാന്ധി എന്നീ രണ്ട് സ്ത്രീകൾ പൂർണ്ണ വിമർശകരായി ഗാന്ധിയോടൊപ്പം ക്ഷയിച്ചു. അത് പൂർണ്ണ നഗ്നനായ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തന്റെ ബ്രഹ്മചര്യത്തിന്റെ ശക്തിയാണ്. വികാര വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ നേരം പുലർത്തുകയും ഗാന്ധി തന്റെ മനഃശക്തിയെ തൃപ്തനാവുകയും ചെയ്തു. ഒരിക്കൽ ചരിത്രത്തോട് ഞാൻ എന്ത് പറഞ്ഞൊരു പിഴവാണ്. കാലമിനോട് കരുണ കാണിക്കും. കാലം നിങ്ങളോട് കരുണ കാണിക്കാത്ത മറ്റു ചിലത് എനിക്ക് പറയാനുണ്ട്. ഭഗത് സിംഗ് എന്ന പോരാളിയുടെ സാധിക്കുമായിരുന്നു. ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ മകൻ മണിയാളിന് ഒരു മുസ്ലിം യുവതിയുമായി പ്രണയമുണ്ടായി. മിശ്ര വിവാഹത്തിൽ വിശ്വാസമില്ലാത്ത നിങ്ങൾ വിവാഹത്തെ എതിർത്തു. മണിലാൽ മറ്റൊരു വിവാഹം കഴിച്ചു. യാഥാർത്ഥ്യം ഗാന്ധി മുന്നിട്ടിറങ്ങി മിശ്രവിവാഹങ്ങൾ നടത്തിയതായി ചരിത്രത്തിൽ രേഖകളുണ്ട്. അപ്പോൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യം വന്നപ്പോഴായിരിക്കും അദ്ദേഹത്തിന് പ്രശ്നം. എം.കെ. ഗാന്ധിക്ക് 4 മക്കൾ. അതിലൊരാളെ പോലും നിങ്ങൾ സ്കൂളിൽ പോകാൻ അനുവദിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വിരോധിയായിട്ടാണോ അതോ മിശ്രണ പ്രസ്ഥാനം തലയ്ക്ക് പിടിച്ച് വിദേശ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചിട്ടോ? 1937 വാർധാ കമ്മീഷൻ തീരുമാനപ്രകാരം ഇന്ത്യയിലെ 7 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാണ്. അതിനിവിടെ എന്താണ് പ്രശ്നം? ഈ തീരുമാനമെടുത്ത വാർധാ കമ്മീഷന്റെ പ്രസിഡന്റിന്റെ പേര് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. No, 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 sir. ചരിത്രം ഇയാൾക്കെതിരാണ്. ചരിത്രം നിങ്ങൾക്കെതിരാണ് ഗാന്ധി. അർദ്ധനഗ്നനായ ഫക്കീറിനെ പൂർണ്ണ നഗ്നനാക്കി മാറ്റുന്ന കാഴ്ചയ്ക്കാണ് ചരിത്രം വേദിയാകുന്നത്. മിസ്റ്റർ, ചരിത്രം എന്റെ കയ്യിലുള്ള കടലാസുകളിലും തെളിവുകളിലുമാണ്. ഞാനാണ് ചരിത്രം. ആരോപണങ്ങൾ തെളിയിക്കാൻ വാദങ്ങൾ നടത്തുന്നതിനിടെ വിധി കൂടി എന്ന് പ്രഖ്യാപിക്കാമെന്ന് വിചാരിക്കരുത്. ക്ഷമിക്കണം, ഞാൻ മുൻപേ കൂടിയാണ്. അവസാന വാദങ്ങൾ നിരത്തുന്നതുവരെ ഞാൻ കാത്തിരിക്കണമായിരുന്നു. रघुपति राघव राजा राम, पतित पावन सीताराम। പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. റോൾ മനസ്സിലാകാതെ വായ വരുന്നെല്ലാം കയറി പറയല്ലേ. ഇനി അഥവാ പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സംവിധാനം ചെയ്ത നാടകത്തിൽ മതി, ഇതിൽ വേണ്ട. റോള് മനസ്സിലായതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയണം തോന്നുന്നത്. ശരിയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയണ്ടാന്ന് തോന്നുന്നു. മനസാക്ഷി കുത്തുണ്ടേ. എടോ, ഗാന്ധിക്ക് മനസ്സാക്ഷി. വിഭജനം എന്റെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ടെന്ന് പറഞ്ഞ് വാഴക്കുന്നതിന് മുമ്പ് ഗാന്ധിയുടെ അനുയായികൾ ഇന്ത്യയെ വെട്ടിക്കൊണ്ടു. വിഭജനം ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. സമ്മതിക്കാൻ
ഇയാളെ സമ്മതിക്കാം. ഇവിടെ 35 കോടി ജനമുണ്ടായിരുന്നു, അവർ സമ്മതിച്ചിട്ടില്ല. പോട്ടെ, പാകിസ്ഥാന് കൂട്ടക്കൊല നടത്താൻ 55 കോടി രൂപ നൽകാത്തത് നിരാഹാരം നിങ്ങൾ ചരിത്രത്തിൽ നിരക്കാത്ത പറയുന്നത് നിരാഹാരം കിടന്നത് കരാർ അനുസരിച്ച് പാകിസ്ഥാന് കൊടുക്കാനുള്ള തുക കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇരു കൂട്ടരുടെയും മനം മാറ്റി അവിടെ സമാധാനം സ്ഥാപിക്കാൻ കൂടി വേണ്ടിയാ നിരാഹാരം കിടന്നത്. പിന്നെ സമാധാനം ഹിംസയെ ഹിംസ കൊണ്ട് നേരിട്ടാൽ എന്താകും ഫലം കണ്ടതല്ലേ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നെല്ലാവരും തുടങ്ങിയ ലോകത്തുള്ള എല്ലാവരും അന്തന്മാരും പല്ലില്ലാത്തവരാണ്. അഭിനയിക്കുന്നവർക്ക് വിശ്വാസം വേണം, എങ്കിലേ ഈ കാണുന്നവർക്ക് വിശ്വാസം കാണും, എങ്കിലേ കാണും. സർ, വിശ്വാസം വരാനാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. ഹിന്ദുക്കളെയും സിഖുകാരെയും കൂട്ടക്കൊലയോർത്താൽ വിശ്വാസം വരും. ഗോഡ്സെക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു വശത്തേക്ക് മാത്രമേ നോക്കിയുള്ളൂ, ഗാന്ധി 2 വശത്തേക്ക് നോക്കി. 2 വശത്തേക്ക് നോക്കാൻ ആളുകളില്ലാതായി പോയി. അതാണ് ആ കണ്ണട ഒന്ന് കൃത്യം തുളച്ചെന്ന് നോക്ക്. കാണുന്നു, ഗാന്ധി നോക്കിയത് ഒരു വശത്തേക്ക്, ആ വശത്തേക്ക് മാത്രം. നീ ഗോഡ്സെ നോക്കിയ വശത്തേക്ക് നോക്കിയാൽ മതി, അപ്പ വിശ്വാസം വരും. വാചകത്തിന് ജീവൻ. ശരി, നോ മോർ ഡിസ്കഷൻ. ഡു ആസ് ഐ സേ. എന്റെ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതിയ ഗോഡ്സെ ഗാന്ധിയെ വെടിവെക്കും. നീ അഥവാ വെടിവെച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെക്കും. സമരം വേണ്ടത്ര വലിക്കാതെ സമരം ദിവസങ്ങൾ കടന്നു കഴിഞ്ഞു. അവർ സമരത്തിന് നേരെ കണ്ണടക്കുകയാണ്. ഞങ്ങൾ അങ്ങയുടെ സത്യാഗ്രഹം എന്ന സമരത്തിലൂടെ പോരാടാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ധാർമ്മികമായ പിന്തുണയും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൃത്യമായി. ഇനി എനിക്ക് കേൾക്കേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു എന്നാണ്. മറുപടി കത്തിൽ നിങ്ങൾ എന്റെ വിളി. സത്യാഗ്രഹം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉപയോഗിക്കാനുള്ള സമരായുധമാണ്. അത് സവർണർക്കെതിരെയോ മറ്റ് സ്വദേശികൾക്കെതിരെയോ ഉപയോഗിക്കാൻ പാടുന്നതല്ല. എങ്ങനെയാണ് നിങ്ങളൊരു നവോത്ഥാന നായകനാവുന്നത്? ആരാണ് നിങ്ങൾക്ക് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകിയത്? മറുപടി പറയൂ മിസ്റ്റർ ഗാന്ധി. Have you got something to say? You're wasting the time of the honorable court. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ച് ആദരിച്ചത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പാകിസ്ഥാൻ കൂട്ടക്കൊല നടത്താൻ 55 കോടി രൂപ നൽകാത്തത് നിരാഹാരം അനുഷ്ഠിച്ചില്ലേ നിങ്ങൾ? മിസ്റ്റർ എഫ്.കെ. ഗാന്ധി, നിങ്ങളുടെ നാവിറങ്ങി പോയി. കോടതിക്ക് വേറെ പണിയുള്ളതാണ്. Mr. Gandhi, have you swallowed your tongue or what? നിങ്ങൾ പറയുന്നത് സത്യമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇയാൾ ഭാരതത്തെ വഞ്ചിച്ചവരാണ്. തോക്കിൽ നിന്നുകൊണ്ട വെടിയുണ്ടകൾ ശരിയായ ശിക്ഷ തന്നെയാണ് ഇയാൾക്ക് നൽകി.
citizens. നിങ്ങൾ അതിരി കടക്കുന്നു. വിഭജനത്തിന്റെ മുറിവുണക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച നേതാവാണ് ഗാന്ധി. എന്റെ കയ്യിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ Whatever your political agenda is, stop changing the damn history. Order in the court. ഗാന്ധിയല്ല, നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് വിചാരണ ചെയ്യാൻ പോകുന്നത്. മിസ്റ്റർ മെജോറിറ്റി, നിങ്ങൾ ആഹ്ലാദിക്കാൻ കാത്തിരുന്ന അവസാനത്തെ വാദമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡു യു ഹാവ് എനിത്തിങ് ടു സേ? ഗാന്ധി ദളിതർക്കെതിരെ, അംബേദ്കർ ദളിതർക്കായും ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന നേരത്തെ ഗാന്ധിക്ക് പ്രിയം മുസ്ലിങ്ങളായിരുന്നു. That's a nice try, Mr. Majority. But do you know, ഒരു വശത്ത് അംബേദ്കർ ദളിതർക്ക് വേണ്ടി ആത്മാഭിമാനമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് ഗാന്ധി സവർണരുടെ ക്രൂരതകളെയും അടിച്ചമർത്തലുകളെയും എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇരുചേരിയിൽ നിർത്തുന്നതും ഗാന്ധിയെ ദളിത് വിരുദ്ധനെന്ന് വിളിക്കുന്നതും നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ ഗാന്ധിക്ക് എതിർപ്പായിരുന്നു. ഗാന്ധി റെയിൽവേക്കെതിരെ റെയിൽവേ ബ്രിട്ടീഷ് സർക്കാരിന് ലാഭമുണ്ടാക്കണമെന്നാണ് ഗാന്ധി വാദിച്ചിരുന്നത്. മിസ്റ്റർ, ഇപ്പോൾ നിങ്ങളാണ് ചരിത്രത്തിൽ എഴുതി നിൽക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ ട്രെയിനിൽ സഞ്ചരിച്ച നേതാവാണ് ഗാന്ധി. ജനങ്ങളുമായി സംബന്ധിച്ചു ഗാന്ധി ഇറങ്ങുന്ന ഓരോ സ്റ്റേഷനുകളും ജനസാഗരം തന്നെയായി മാറിയിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഗാന്ധിക്ക് സാധിച്ചിരുന്നു. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ ഗാന്ധി എതിരായിരുന്നു. കത്തുകളോട് ഗാന്ധിക്ക് എതിർപ്പായി. കത്തുകൾ സ്വാഭാവിക ആശയവിനിമയത്തെ തകർക്കുമെന്നാണ് ഗാന്ധി വാദിക്കുന്നത്. കത്തുകളോടും ട്രെയിനുകളോടും വിശ്വാസമില്ലാതില്ല. ആധുനിക ലോകത്തിന് തന്നെ എതിരാണ്. That's a nice joke. Mr. Majority, 1,08,000-ൽ പരം കത്തുകൾ എഴുതിയ ആളാണ് മിസ്റ്റർ ഗാന്ധി. ഒരുപക്ഷെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം കത്തുകൾ എഴുതിയ ആൾ. തനിക്ക് നേരിട്ട് ചെന്നെത്താൻ സാധിക്കാത്തടത്ത് പോലും കത്തുകളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം എത്തിക്കാൻ ഗാന്ധിക്ക് സാധിച്ചിരുന്നു. തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത് ഹിന്ദുമതം മരിക്കുന്നതാണത്രേ. ആരാണ് ഇതൊക്കെ പറയാൻ ഇയാൾ? ഹിന്ദുരാഷ്ട്രം അത് മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. ഇന്ത്യയെ വിഭജിച്ചതിന് ഇവിടുന്ന് ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പോയതിന് കാരണം ഗാന്ധി മാത്രമാണെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. എല്ലാവരെയും നിങ്ങൾ ഗാന്ധിയുടെ ശത്രുക്കളാക്കി മാറ്റി. വാസ്തവത്തിൽ ഇന്ത്യ വിഭജനത്തെ എതിർത്ത ഒരേ ഒരു ദേശീയ നേതാവ് മിസ്റ്റർ ഗാന്ധി മാത്രമാണ്. ചരിത്രം ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്. മഹാത്മാവായിട്ട് സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് നീങ്ങിയ ഒരു സാധാരണ മനുഷ്യനായി
കണ്ണിൽ നിന്ന് വരുന്ന ജ്വാല ഓഡിയൻസിന്റെ മനസ്സിൽ തീപ്പണം. ചരിത്രം ഇന്ന് വരെ കാണാത്ത ഗോഡ്സെ പിറക്കണം. ഗാന്ധി എന്ന മഹാമനുഷ്യന്റെ ചരിത്രം ഒരു സ്വാർത്ഥന്റെ വീമ്പ് പറച്ചിലായി മാറുന്നു. നിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുവാണെന്ന് ഗോഡ്സെ പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടിയില്ല. കുറ്റബോധത്തോടെ ഒന്നും പറയാനാകാതെ ഒരു നിമിഷം തല താഴ്ത്തി നിങ്ങൾ ഗോഡ്സെ നോക്കി നിൽക്കുമ്പോൾ റിവോൾവർ എടുക്കണം. തല കുമ്പിട്ട് നിൽക്കുമ്പോൾ വെടിപിടിക്കണം. അരങ്ങിലും മണിയറയിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഗോഡ്സെ അരുൺജി, മഹാത്മാഗാന്ധി നാമപാല, ഡയറക്ടറായി വക്കീലായി വന്നത് പ്രതു, ഐശ്വര്യ ദേവി, കാർമൻ, കൃഷ്ണ കുമാർ, ക്രിയേറ്റീവ് കൺസൾട്ടന്റ്
സ്റ്റേജ് മാനേജർ കം മ്യൂസിക് മീനാക്ഷി മാധവൻ. അസിസ്റ്റന്റ് ഡയറക്ടർ ആരിഫ് വാഹിദ്. അടുത്തതായിട്ട് സംവിധായകൻ സൂര്യൻ ഗോപൻ. He was never a perfect man. He had his past. But what he did was he admitted it and tried to rectify it. Maybe that's what his take to be a Mahatma. Let's take a moment